ഇപ്പോൾ സ്വയം വർക്ക് ചെയ്ത സ്പേസിലൊക്കെ വന്നിട്ടുള്ള ഡിവോഴ്സ് കേസസിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണ്? കാരണങ്ങൾ അതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. ആ. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ആ. ഓരോ ഫാമിലിനെ വെച്ച് നോക്കുമ്പോൾ ദ റീസൺസ് ക്യാൻ ഡിഫർ. ഓക്കെ. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ അഡൾട്ടറി ആയിരിക്കും, ആ. പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം. ചിലയിടത്ത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആയിരിക്കും, ചിലയിടത്ത് ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം, ചിലയിടത്ത് ഇൻലോസിൻ്റെ എക്സ്ട്രീം ഇൻ്റർഫറൻസ് ആയിരിക്കാം. ഓക്കെ. ഇൻലോസിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്നുള്ള കേസുകളായിരിക്കാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ദർ ആർ നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പം മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കാരണങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കോമ്പാറ്റബിൾ അല്ല എന്ന് പറയുന്നത് ആണല്ലോ അതിൻ്റെ ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു സാധനം. അതായത് ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ്. യെസ്. അത് കോടതിയിൽ ഒരു ഗ്രൗണ്ടാണോ? കോടതിയിൽ ഡിവോഴ്സിന് ഗ്രൗണ്ട് ആവുന്ന ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാൻ സാധ്യതയുള്ള ഗ്രൗണ്ട് ഏതൊക്കെയാണ്? പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്രൂവൽറ്റി. ഓക്കെ. ദാറ്റ് ഇസ് വൺ. ആ. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ ഡെസേർഷൻ. ഉം. ഹസ്ബൻഡോ വൈഫോ മറ്റേ സ്പൗസിനെ ടോട്ടലി നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ദർ നോട്ട് ഈവൻ. അതായത് ഉപേക്ഷിച്ച് പോണോ അതോ വീട്ടിലാണെങ്കിലും? ഇറ്റ് ക്യാൻ ബി ഇൻ ബോത്ത് ദ വേസ്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചൊക്കെ പറയുകയാണെങ്കിൽ ദർ ആർ കപ്പിൾസ് ഹു സ്റ്റേ വിതിൻ ദ സെയിം റെസിഡൻസ് ആസ് ഫ്ലാറ്റ്മേറ്റ്സ് ഓർ റൂംമേറ്റ്സ്. പക്ഷെ അവർ ഇമോഷണലി എത്രയോ നാൾക്ക് മുന്നേ ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ അവർ തമ്മിലൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ല. മെയിനായിട്ട് അതാണ് നോക്കുന്നത്. മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇഫ് ഇറ്റ്സ് നോട്ട് ദെയർ, രണ്ട് സ്ട്രേഞ്ചേഴ്സ് താമസിക്കുന്നത് പോലെ താമസിക്കുന്നതിനെ നമുക്ക് മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ലോങ് ഇയേഴ്സ് ഓഫ് സെപ്പറേഷൻ, അതിനെ നമ്മുടെ കോടതിയിൽ പറയുന്നത് ഇർറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് എന്നാണ്. കാരണം ഇനി ഒരു റീയൂണിയൻ പോസിബിൾ അല്ല. കാരണം അത്രയും നാളുകൾ ഇവർ ഓൾറെഡി മാറി നിന്ന് കഴിഞ്ഞു. ആൻഡ് ദർ ഇസ് നോ സ്കോപ്പ് ഓഫ് റീയൂണിയൻ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ എസ്പെഷ്യലി ഈ ലോങ് ഇയേഴ്സ് ഓഫ് സെപ്പറേഷൻ, ക്രൂവൽറ്റി, ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊക്കെ കുറേ കൂടെ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാനുള്ള. ഇപ്പോൾ ഒരാൾ ഉപേക്ഷിച്ച് പോവാന്ന് പറയുന്നതേ, അയാൾ അവിടെ ഇല്ല എങ്കിൽ നമുക്ക് ആ ഇല്ല എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റും. ഇപ്പം സോനം പറഞ്ഞ പോലെ അയാൾ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, പക്ഷെ അവർ തമ്മിലൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ കോടതിയിൽ പ്രൂവ് ചെയ്യും? അതൊക്കെ പ്രൂവ് ചെയ്യാൻ പാടാണല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ബോത്ത് ഓഫ് ദം വിൽ ഫയൽ ഫോർ എ മ്യൂച്വൽ കൺസെന്റ്. രണ്ടുപേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു സ്റ്റേജ് ആയിരിക്കും കുറേയൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ രണ്ടുപേരും മ്യൂച്വലി ഫയൽ ചെയ്യുമ്പോൾ മ്യൂച്വൽ കൺസെന്റിൽ ഡിവോഴ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല, ദർ ആർ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ്. മുന്നോട്ട് ഒന്നിച്ച് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. വാട്ട് ഈസ് ദി പോയിന്റ്? നമ്മളിങ്ങനെ അൾട്ടിമേറ്റ്ലി എൻ്റെയൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കും. ഇല്ലാതെ നമ്മളിങ്ങനെ എന്നും തലതല്ലി പൊളിച്ച് അടിയുണ്ടാക്കി ബഹളം വെച്ച് അങ്ങനെ ഒരു സക്സസ്ഫുൾ മാരേജ് ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ജോലി അൾട്ടിമേറ്റ്ലി എന്നെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ വരുമ്പോൾ സമാധാനം വേണം. ഐ വോണ്ട് സം പീസ് ഓഫ് മൈൻഡ് വെൻ ഐ കം ഹോം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റിലിംഗ് ഡൗൺ പ്ലേസ് ആണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ രാവിലെ ലെറ്റ്സ് സേ ഫ്രം 9 to 6 ജോലി ചെയ്ത് വന്നിട്ട് വീട്ടിൽ വന്നിട്ടും കൂടെ കിടന്ന് അടിയുണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ വെരി പേഴ്സണൽ ഒപ്പീനിയനിൽ ടു പ്രൊട്ടക്ട് യുവർ പീസ് ഓഫ് മൈൻഡ് യു ക്യാൻ ഡിവോഴ്സ്. If you are not compatible with your spouse, there is absolutely no point in continuing. നമ്മൾ ഹാർഡ് റിയാലിറ്റി എടുത്ത് നോക്കുമ്പോൾ, ഞാനിപ്പോൾ പറയുന്ന എല്ലാം ഹാർഡ് റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാട്ടോ. ഹാർഡ് റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പറയുമ്പോൾ ഇതൊരു എന്താ പറയുന്ന ഒരു യുദ്ധക്കളറിയായി കഴിഞ്ഞു കോടതി എന്നൊക്കെ പറയാം. എസ്പെഷ്യലി ഫാമിലി കോർട്സ്. പിള്ളേരെ വെച്ച് വിലപേശുക, പിള്ളേരെ കൊണ്ട് ഫാദേഴ്സിനെതിരെ, എസ്പെഷ്യലി പെൺപിള്ളേരാണെങ്കിൽ ഇഫ് ഇറ്റ്സ് ദ ഡോട്ടർ. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഈസ് മോർ ഓഫ് എന്താ പറയുക, ഒരു ഇമോഷൻസ് കുറേ കൂടെ കയ്യിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈ ഐ ഹാവ് ദിസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇസ് ബിക്കോസ് ഐ വാസ് ബ്രോട്ട് അപ്പ് ഇൻ കുവൈറ്റ്. എൻ്റെ സ്കൂളിംഗ് ഒക്കെ കുവൈറ്റിലായിരുന്നു. മാത്രമല്ല, വെൻ ഐ വാസ് ഇൻ കുവൈറ്റ് ഐ ഹാവ് ഇൻട്രാക്റ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് മൾട്ടി കൾച്ചറൽ പീപ്പിൾ. ഇവരോടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അവരൊന്നും എല്ലാ കാര്യങ്ങളും ഇമോഷണലി അല്ല എടുക്കുന്നത്. ദേ തിങ്ക് മോർ ഓഫ് പ്രാക്ടിക്കാലിറ്റിയാണ് അവരുടെ മെയിൻ പോയിന്റ്. ചിലപ്പോൾ ഞാൻ പുറത്ത് പഠിച്ചുകൊണ്ടായിരിക്കാം എനിക്കും ആ ഒരു പ്രാക്ടിക്കൽ വ്യൂ പോയിന്റിനാണ് ഞാനും കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുക്കുന്നത്.